ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സിമ്പിൾ മക്രോണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സിമ്പിൾ മസാലയിൽ തോനെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മക്രോണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. വെന്ത് ഉടയാൻ നിൽക്കേണ്ട, പാകത്തെ വേവാകുമ്പോൾ തൊട്ട് നോക്കിയാൽ ഇങ്ങനെ വെന്തിക്കണമെന്നാകുമ്പോൾ അത് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. വെള്ളം ഊറ്റിയിട്ട് അത് മാറ്റി വെക്കുക. അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള മസാല നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ അതൊക്കെ വെന്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുക. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 സവാള നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മക്രോണിയിൽ നമുക്ക് ആദ്യമേ ആൾറെഡി ഉപ്പിട്ടതാണ്. അപ്പോൾ അല്ലാതെ കൂടി ആയാൽ ഉപ്പ് ഏറിപ്പോവും. ഈ മസാലയ്ക്കുള്ള ഉപ്പിട്ടാൽ മതി. അങ്ങനെ അത് നന്നായി വഴണ്ട് വരട്ടെ. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി അങ്ങനെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇട്ടില്ല ഒരു തക്കാളി ഇട്ടല്ലോ, അതിലേക്ക് ഒരു തക്കാളി കൂടി മിക്സിയിൽ നന്നായി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്താലും മതി. അങ്ങനെ അതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ചിക്കൻ മസാലയൊക്കെ ഇട്ടാൽ ഒരു വേറെ ടേസ്റ്റ് തന്നെയല്ലേ. അങ്ങനെ അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു 2-3 സെക്കൻഡോളം നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ മക്രോണി ഇട്ടതിന് ശേഷം പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആകപ്പാടെ ഉടഞ്ഞു പോകും. അപ്പോൾ പതുക്കെ മസാലയിൽ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കുക. അങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അങ്ങനെ മസാല എല്ലാ സ്ഥലത്തും എത്തുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി മക്രോണി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക കേട്ടോ. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.